Hello dear friends, welcome to RJ's Physics classes. സെക്കൻഡ് ഇയറിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ, രസകരമായ ഒരു അടിപൊളി ചാപ്റ്റർ. ഓക്കെ, ആ ചാപ്റ്ററിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോണത്. ഓക്കെ, സോ സെക്കൻഡ് ഇയറിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും ചെറിയ ചാപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററും, കീമിനും നീറ്റിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ചാപ്റ്റർ. എന്നാലോ വളരെ ചെറുത്. It is too interesting. Okay, or it is very interesting. ആ ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, സോ ആ ചാപ്റ്ററിലേക്കാണ് നമ്മളുടെ AC വോൾവോ ബസ് ഇന്ന് സഞ്ചരിക്കാൻ പോണത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സുന്ദരമായ ലോകത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ റെഡിയായി. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, എഴുതാൻ റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ആ ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലെ. ഫിസിക്സിന്റെ ലോകത്തിലൂടെ കുറച്ച് സമയം സഞ്ചരിക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എന്താ വേവ് എന്ന് പറഞ്ഞ? വേവ് ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ് ഇൻ എ മീഡിയം. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ചാപ്റ്റർ വേവ് എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ വേവ് മീൻസ് എ ഡിസ്റ്റർബൻസ് ഇൻ എ മീഡിയം. ആൻഡ് വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. One is mechanical wave, second one is electromagnetic wave, and third one is matter wave. Mechanical wave, electromagnetic wave and matter wave. അതിലെ മെക്കാനിക്കൽ വേവ് ആണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത്. മെക്കാനിക്കൽ വേവ് മീൻസ് എ വേവ് വിച്ച് പ്രോപ്പഗേറ്റ്. എന്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നത്? A wave require a medium for its propagation. അല്ലേ? Or a wave propagates only through a medium. ഓക്കെ, ഒരു മീഡിയത്തിലൂടെ മാത്രം പ്രോപ്പഗേറ്റ് ചെയ്യണ വേവിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? മെക്കാനിക്കൽ വേവ് എന്ന് വിളിച്ചത്. ഓക്കെ, അതിനെ തന്നെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. വൺ ഈസ് ട്രാൻസ്വേഴ്സ് വേവ്, അതർ വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ്, vibrations are perpendicular to direction of propagation like this. Vibration മുകളിലേക്കാണ്, propagation മുന്നിലേക്കാണ്. Okay, vibrations are perpendicular to direction of propagation. Longitudinal wave, vibrations are parallel to direction of propagation. അങ്ങനെ വരുന്ന വേവിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? Longitudinal wave. Okay, so mechanical wave means a wave require a medium for its propagation. അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? മെക്കാനിക്കൽ വേവ് എന്ന് വിളിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് doesn't require a medium for its propagation. Electromagnetic wave doesn't require a medium for its propagation. സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ സഹായം ആവശ്യമില്ലാത്ത വേവ്, അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ആൻഡ് ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ, അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? മാറ്റർ വേവ് എന്ന് വിളിച്ചത്. ഡ്യുവൽ നേച്ചർ എന്നുള്ള ടോപ്പിക്കിലൂടെ അതിനെ നമ്മൾ പരിചയപ്പെടും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ചാപ്റ്ററിൽ, മെക്കാനിക്കൽ വേവ് 11th ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നമുക്ക് എല്ലാത്തരം വേവ് ആയി. ഓക്കെ, അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. Electromagnetic wave means a wave produced due to the presence of electric and magnetic fields. A wave propagate or a wave produced due to the presence of electric and magnetic field. ആ വേവിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുക. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ തിയറി പഠിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ, രണ്ട് ഫീൽഡുകൾ ഉണ്ട്. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡിറക്ഷനിലാണ് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡിറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡിറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വേവ് മൂവ് ചെയ്യണത് സെഡ് ഡിറക്ഷനിലാവും. അതെങ്ങനെയാണ് കാണിച്ചു തരാൻ ചോദിച്ചാൽ, ഇങ്ങനെ നീങ്ങും, ഇതിങ്ങനെ നീങ്ങും, ഒപ്പം വേവ് മുന്നിലേക്ക് നീങ്ങും, ഇങ്ങനെ പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് വൈയിലേക്ക് ഇതിന്റെ പ്രോപ്പഗേഷൻ എങ്ങോട്ടാണ് പോണേ?
Z ഡയറക്ഷനിലേക്ക്. അപ്പം അതിങ്ങനെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ പോവും. ഓക്കെ, ആ വേവ് പോണത് Z ഡയറക്ഷനിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് എക്സിലും മാഗ്നറ്റിക് ഫീൽഡ് വൈയിലും ആണെങ്കിൽ ആ വേവ് പ്രോപ്പഗേറ്റ് ചെയ്യുക ഏത് ഡയറക്ഷനിലായിരിക്കും? Z ഡയറക്ഷനിലാവും. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഐഡിയ ശരിക്കും വരണത് ഫാരഡേന്റെ ലോ എന്നാണ്. ഓക്കെ, ഫാരഡേന്റെ ലോ എന്നാണ് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്നുള്ള പുതിയൊരു ടോപ്പിക് ഉണ്ടാക്കുന്നത്. അതാണ് ആക്ച്വലി നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഓക്കെ, ID അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം. ഇറ്റ് ഈസ് എപ്സിലോൺ 0 ഇൻറ്റു d∅/dt. ഞാൻ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി വെച്ചതാണ്. ഓക്കെ, ഹി ഈസ് ദി മാസ്റ്റർ ഇൻ ദിസ് വീഡിയോ. അതുകൊണ്ട് അതിന് ആദ്യം തന്നെ എഴുതി വെച്ചു. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എപ്സിലോൺ 0 ഇൻറ്റു d∅/dt. എപ്സിലോൺ 0 ഇൻറ്റു d∅/dt ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഐഡിയ പ്രകാരം ഇങ്ങനെയുള്ള ഒരു സർക്കിൾ, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സർക്കിൾ ഉണ്ട്. ഇതിലേക്ക് ഇങ്ങനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് increasing. Magnetic field is increasing. Faraday's law പ്രകാരം whenever there is a change in flux in a circuit there will be an EMF. ഉറപ്പല്ലേ? ഓക്കെ, സോ ഒരു സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടോ അവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ EMF ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് എ കറന്റ് ഇഫ് ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. ഇതൊരു ക്ലോസ്ഡ് കണ്ടക്ടർ ആണ്, സ്വാഭാവികമായിട്ടും അതിൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആസ് പെർ ലെൻസ് ലോ ദാറ്റ് കറന്റ് വിൽ ട്രൈ ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. സോ ഇൻവേർഡ് ഫീൽഡ് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അതിലൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്തിനാ ശ്രമിക്കുക? അതിലെന്താണോ സംഭവിക്കണത് അതിനെ ഒപ്പോസ് ചെയ്യാം. ഇവിടെ ഇൻവേർഡ് ഫീൽഡ് കൂടിക്കൂടി വരികയാണ്. അത് നമ്മളാണ് പറയാനൊരു കണ്ടീഷൻ. ഒരു കണ്ടക്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഈ ഫീൽഡ് അപ്ലൈ ചെയ്യണ സമയത്ത് അതിൻ്റെ വാല്യൂ കൂടിക്കൂടി വന്നാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. If there is a change in flux in a circuit, there will be induced current if it is closed. കറണ്ടിന് ഒഴുകാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. മൂപ്പർ ശ്രമിക്കുക ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഇല്ലാണ്ടേക്കാനാണ്. ഇൻവേർഡ് ഫീൽഡ് കൂടിക്കൂടി വരികയാണ്. അപ്പം ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടേണ്ടത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് ഫീൽഡ് കിട്ടണം. ഡോട്ട് ഫീൽഡ് കിട്ടണമെങ്കിൽ ദ കറന്റ് വിൽ ബി ലൈക്ക് ദിസ്. അതിൻ്റെ കണ്ടീഷൻ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്ക്രൂ കൊണ്ടുപോയി വെക്കുക. ആ സ്ക്രൂ എങ്ങോട്ട് തിരിക്കുമോ അതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ഇതിൽ ഫീൽഡ് സ്ക്രൂവിനെ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ സ്ക്രൂ ഉള്ളിലേക്കാണ് പോവുക. ഇങ്ങനെ കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ ക്രോസ് ഫീൽഡാണ്. അതേസമയം ഇങ്ങനെയാണ് കറണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ സ്ക്രൂ കൊണ്ടുപോയി വെച്ചു, സ്ക്രൂവിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ആ സ്ക്രൂ ലൂസായി പോരുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീൽഡ് ഡോട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യണ കറണ്ട് കൂടിക്കൂടി വന്നാൽ നമുക്ക് ഒരു റിവേഴ്സ് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിന് ഇതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇങ്ങനെ ആവും. അവിടെ പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ വാട്ട്സ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആൻസർ പറയാൻ എങ്ങനെയാണ്? ഒരു കണ്ടക്ടർ കൊണ്ടുവച്ചു, ഒരു സർക്കിൾ, ഒരു റിങ് കൊണ്ടുപോയി വെച്ചു, ഒരു മെറ്റൽ റിങ്. ആ മെറ്റൽ റിങ്ങിലേക്ക് ഇൻവേർഡ് ഫീൽഡ് കൊടുത്തു, ആ ഫീൽഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ട്.
എവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടോ അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നതാണ് ഗ്രേറ്റ് മൈക്കിൾ ഫാരഡെ പറഞ്ഞത്. അതുവരെ നോ പ്രോബ്ലം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു കുഴപ്പമുണ്ട്. whenever there is a change in flux in a circuit, there will be an induced current, means there will be motion of charges. ഈ ചാർജ് മൂവ് ചെയ്യാൻ ആരാ ഫോഴ്സ് കൊടുത്തേ? ചാർജ് മൂവ് ചെയ്യാൻ ആരാ ഫോഴ്സ് കൊടുത്തേ? മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ ചേഞ്ച് ചെയ്തത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയരുത്, തെറ്റും. ആൻഡ് റീസൺ സിമ്പിൾ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ. സോ വർക്ക് ഡൺ വിൽ ബി സീറോ. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് ഏതാ നമുക്കറിയാം. ഇറ്റ് ഈസ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ F equal to QVB. റെസ്റ്റിലിരിക്കണ ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ആ ചാർജിനെ അപ്പം ആരാ മുന്നോട്ട് നീക്കിയേ? ചാർജ് നീങ്ങിയാലല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ. ആ ചാർജ് നീങ്ങാൻ കാരണം എന്തായിരിക്കും? നോ ഡൗട്ട് അറ്റ് ഓൾ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ചേഞ്ച് ഇൻ ഫ്ലക്സ് വിൽ പ്രൊഡ്യൂസ് അൻ ഇലക്ട്രിക് ഫീൽഡ്. കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ, change in magnetic flux will produce an induced electric field. അതന്നെയാണ് ആക്ച്വലി ഫാരഡെ പറഞ്ഞിട്ടുള്ളത്. whenever there is a magnetic flux change, there will be an induced EMF or induced electric field എന്നാണ്. or induced electric field. ആ സെന്റൻസ് ഒരിക്കൽ കൂടെ ആലോചിക്കുക. whenever there is a change in flux in a circuit, there will be an induced EMF or induced electric field. ഒരു സർക്യൂട്ടിൽ എപ്പോഴാണോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്, ഒന്നും കൂടി ഭംഗിയാക്കാം, ഒരു സർക്യൂട്ടിൽ എപ്പോഴാണോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നത്, ആ മൊമെന്റിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, or simply induced electric field produce ചെയ്യുന്നുണ്ട്. Change in magnetic flux can produce electric fields. That's a concept by Michael Faraday. Okay, change in magnetic flux in a circuit will produce an induced electric field. And that electric field is the reason for the movement of charges and it produce induced current. Okay. ചേഞ്ച് ഇൻ ഫ്ലക്സ് സർക്യൂട്ടിൽ എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണോ അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ചാർജ് മൂവ് ചെയ്യണത്. അപ്പോഴാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവണത്. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേനെ. സോ ഫാരഡെ പറഞ്ഞേനെ നമ്മൾ ഒന്നും കൂടി റാഷണലൈസ് ചെയ്യാണ്. ഓക്കെ, whenever there is a change in flux in a circuit, there will be induced electric field, and that electric field is the reason for the movement of charges, and due to this motion of charge a current will produce. Okay, and that is called induced current as per Faraday's law. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. Okay, so according to Michael Faraday, a change in magnetic flux will produce an electric field. Okay, അതാണ് ശരിക്കും ഫാരഡേന്റെ ഇക്വേഷൻ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഫാരഡേന്റെ ലോ നമുക്കറിയാം, E equal to d∅dt. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച ഫാരഡേന്റെ ലോ, E equal to d∅dt. ഈ ഒരു സ്റ്റേറ്റ് വന്നപ്പോൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്നുള്ള സയന്റിസ്റ്റ്, യങ് സയന്റിസ്റ്റ്, അന്നത്തെ കേട്ടോ, ഇപ്പോഴത്തെ അല്ല, അന്നത്തെ യങ് സയന്റിസ്റ്റ്, കാരണം 1800s ഈ ലോ ഉണ്ടാക്കുന്നത് ഫാരഡേ. ഓക്കെ, 1800കളിൽ ഉണ്ടാക്കിയ ലോ. ഇനി ഈ ലോ ഫാരഡേ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു യങ് സയന്റിസ്റ്റ് ആയ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ചിന്തിച്ചത്, ഫാരഡേ ഈ ലോ എങ്ങനെ ഉണ്ടാക്കിയേ? ഈസ്റ്റഡ് പറഞ്ഞു, കറന്റ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. കറന്റ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഫാരഡേ എന്താ ആലോചിച്ചത്? കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് റിവേഴ്സ് പറ്റില്ല? ഓക്കെ, അതായിരുന്നു ഫാരഡേന്റെ കണ്ടുപിടുത്തം. മാക്സ്വെൽ ഒന്നും കൂടി ഉഷാറായിട്ടാണ് ചിന്തിച്ചത്. ഇഫ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്സ്, then why can't the reverse?
ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മേ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മേ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതായിരുന്നു ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ചിന്തിച്ചത്. മാക്സ്വെലിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? എന്തൊക്കെയോ പറയണു. ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും എക്സ്ട്രാ പറഞ്ഞിട്ടില്ല. ഫാരഡേന്റെ ഐഡിയ പ്രകാരം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. തിരിച്ചിന്തിച്ചു നോക്കൂ, ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് കുറെ ആലോചിച്ചിട്ട് മാക്സ്വെൽ ഫാരഡേന്റെ നേർക്ക് തന്നെ വീണ്ടും തിരിയാണ്. ഫാരഡേ കണ്ടുപിടിച്ച ഡിവൈസ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്യാണ്. ആ കപ്പാസിറ്ററിന്റെ 2 പ്ലേറ്റുകൾ, ഇതിന് അക്രോസ് ആയിട്ട് ഒരു പവർ സപ്ലൈ കൊടുക്കണു, ഒരു കീ കൊടുക്കണു. ഓക്കെ, ഒരു കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു സെല്ല് കൊടുക്കണു, അതേപോലെ ഒരു കീ കൊടുക്കണു. ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യണു എക്സ്, ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യണു വൈ. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓർ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ പറഞ്ഞ തിയറി പ്രൂവ് ചെയ്യാൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ സെലക്ട് ചെയ്തത് ഫാരഡേ കണ്ടുപിടിച്ച ഡിവൈസ് തന്നെയാണ്. ആ ഡിവൈസ് കപ്പാസിറ്റർ ആണ്. ഒരു കപ്പാസിറ്റർ വെച്ചുകൊടുത്തു, അതിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, ആ ബാറ്ററി കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബാറ്ററിന്ന് ചാർജ് പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യണത്, പകരം എന്താ ചെയ്യണത്? ആ സർക്യൂട്ടത്തെ ചാർജുകളെ ഒരു തലക്കിൽ നിന്ന് മറ്റേ തലക്കിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ് ആക്ച്വലി ആര് ചെയ്യണത്? ബാറ്ററി ചെയ്യണത്. ബാറ്ററിയുടെ കയ്യിലുള്ള ചാർജ് ഇങ്ങനെ സപ്ലൈ ചെയ്യാനുള്ള സപ്ലയർ അല്ല ബാറ്ററി. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും. സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒരു സെല്ല് കണക്ട് ചെയ്തു. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായി, ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, മൂന്നാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തെ പോസിറ്റീവ്. ഉറപ്പല്ലേ? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഉറപ്പല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, 100% ഉറപ്പായില്ലേ? കാരണം ഒരു പോസിറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് ആണ്. അങ്ങനെ 2 ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിന് മറ്റൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇറ്റ് ഈസ് എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. അതെങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് ആവുക? വെരി സിമ്പിൾ. ആദ്യം ഒരു ചാർജ്, പിന്നെ 2 ചാർജ്, പിന്നെ 3 ചാർജ്, പിന്നെ 4 ചാർജ്. ചാർജിന്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. 100% ഉറപ്പല്ലേ? ഒരു സംശയമില്ലല്ലോ പറഞ്ഞതിന്. 100% ഉറപ്പാണ്. ചാർജിന്റെ അളവ് കൂടുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടി വരും. സോ ദർ മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനി മാക്സ്വെൽ ആലോചിച്ചതാണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? സിമ്പിൾ. ഇവിടെ ഒരു കോമ്പസ് നീഡിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുമെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ കോമ്പസ് നീഡിൽ കൊണ്ടുപോയി വെച്ചാൽ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാക്സ്വെൽ എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിച്ച സംഭവമാണ്. ഇവിടെയും കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും, ഇവിടെയും കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അതിന്റെ മീനിങ് എന്താ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, വൈ എന്ന് പറഞ്ഞ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എക്സിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നോ പ്രോബ്ലം. കാരണം എന്താ? അവിടെ കറണ്ട് ഉണ്ട്. ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യണു. സോ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞൊരു ലോ പഠിച്ചിരുന്നു. ആ ലോന്റെ ഐഡിയ പ്രകാരം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I
ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ ലെങ്ത് 2πr ഈക്വൽ ടു μ0 I or B equal to μ0 I divided by 2πr. സോ സംശയമൊന്നുമില്ല, ഇവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒന്നുകിൽ ഇൻസുലേറ്റിംഗ് മീഡിയ ആണ് ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എയർ ആണ്. ഇറ്റ്സ് നോട്ട് എ കണ്ടക്ടർ. സോ ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാൻ പാടില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എക്സ്പെരിമെന്റലി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കാരണം കപ്പാസിന്റെ പ്ലേറ്റ് കുറച്ച് വിട്ടുവെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. ഒരു കോമ്പസ് നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഡിഫ്ലക്ട് ചെയ്യും. മാക്സ്വെൽ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ മാക്സ്വെലിന് മനസ്സിലായി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആൻഡ് ദ ഡിഫ്ലക്ഷൻ വാസ് സെയിം എന്ന് പറഞ്ഞ Bx ഈക്വൽ ടു By. പക്ഷെ ഒരു ചെറിയ കുഴപ്പം പറ്റി. ഈ പറഞ്ഞ സംഭവം അന്നത്തെ സയന്റിസ്റ്റുകളൊന്നും അംഗീകരിച്ചില്ല. കാരണം അവരുടെ ഐഡിയ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവണം. മാക്സ്വെല് പറഞ്ഞതൊക്കെ ഓക്കെയാണ്. എന്താണ്? അവിടെ കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, സോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ കറണ്ട് ഇല്ലാണ്ട് അവിടെ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും? ഇതായിരുന്നു അടുത്ത പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ബാർ മാഗ്നറ്റ് വേണം. അതുമില്ല, ഒരു മാഗ്നറ്റും ഇല്ല, കറണ്ടും ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നായി സയന്റിസ്റ്റുകളുടെ എല്ലാവരുടെയും വാദം. അങ്ങനെ വന്നപ്പോൾ മാക്സ്വെലിന് വീണ്ടും എന്ത് ചെയ്യാണ്? എനർജി കൂടിക്കൂടി വരാണ്. ഹി ഹാസ് ടു ഡിഫെൻഡ്. കാരണം അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാത്രമല്ല ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാക്സ്വെലിന് തെളിയിക്കേണ്ടത്. അത് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു. പക്ഷെ ആരും അംഗീകരിച്ചില്ല. ഈ ഒരു സ്റ്റേറ്റ് വന്നപ്പോൾ മാക്സ്വെൽ എന്താ ചെയ്തു വെച്ചാൽ ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. സോ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവണം. സോ മാക്സ്വെൽ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, സോ മാക്സ്വെല് പറഞ്ഞ ഐഡിയ എങ്ങനെയാണ്? ഈ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അത് ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഡ്യൂ ടു ദിസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ്. ഇതായിരുന്നു മാക്സ്വെൽ കൺക്ലൂഡ് ചെയ്തത്. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യണ സമയത്ത് there is a change in electric field, and due to that change in electric field there will be a special current called displacement current. Due to this current magnetic field will produce. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? എന്ന് പറഞ്ഞ ആളുകൾക്കും സന്തോഷമായി, മാക്സ്വെലിനും സന്തോഷമായി. മാഗ്നറ്റിക് ഫീൽഡ് വേണോ, അവിടെ കറണ്ട് ഉണ്ടാവണം. ഇതായിരുന്നു സയന്റിസ്റ്റുകളുടെ പ്രശ്നം. സോ മാക്സ്വെൽ അത് പരിഹരിച്ചത് ഭയങ്കര ഭംഗിയായിട്ടാണ്. എങ്ങനെ? ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ദർ വിൽ ബി എ കറന്റ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഡ്യൂ ടു ദിസ് കറന്റ് magnetic field will produce. So there are two types of current now. One is conducting current IC, that is nothing but dq by dt, and another current is called displacement current. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് ഒരു ഇക്വേഷൻ കിട്ടണം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് ഒരു ഇക്വേഷൻ കിട്ടണം. ആ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സ്വെൽ ആലോചിച്ചതാണ് എവിടുന്നാ ഈ കറണ്ട് ഉണ്ടാവണേ? ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഫ്ലക്സ് കാണിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറങ്ങളിൽ ഒന്നല്ലേ ഗോസ് തിയറം? ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫൈ എന്ന് പറഞ്ഞാൽ 1/ε0 into q. Okay, so what should be dq? That is ε0 into phi. Current means dq by dt. So that is equal to ε0 into d phi by dt. Okay, so this is the expression for displacement current, ε0 into d phi by dt. Okay, അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കുകയാണ്. മീൻസ് when a capacitor is charging, due to the difference in charge at each and every time or a time varying എന്താണ് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ്.
ഓക്കെ, സോ ഇതിന്റെ ഉള്ളിലത്തെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ഡ്യൂ ടു എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്സ്, a special type of current will produce. That current is called displacement current. Due to that displacement current, the magnetic field will produce. And finally he reached, endilekku ethiye, change in magnetic field can produce electric fields. Paranja idea kittiyille, change in magnetic field can produce electric fields. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, സോ വൺ കറന്റ് ഈസ് കോൾഡ് കണ്ടക്ടിങ് കറന്റ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് dq by dt. അതർ വൺ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻടു d5 by dt. ആ കറന്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഈ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യണ മാഗ്നറ്റിക് ഫീൽഡ് ആണ് Bx. ഇവിടുത്തെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യണ മാഗ്നറ്റിക് ഫീൽഡ് ആണ് By. ഓക്കെ, സ്വാഭാവികമായിട്ടും ബി എക്സ് ഈക്വൽ ടു ബി വൈ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ ഐ സി ഈക്വൽ ടു ഐ ഡി. ഐ സി ഈക്വൽ ടു ഐ ഡി, സംശയമില്ലല്ലോ? ഓക്കെ, സോ നമുക്ക് രണ്ട് കറണ്ടുകൾ കിട്ടി. ഒന്നാമത്തെ കറണ്ട് ഐ സി ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈക്വൽ ടു epsilon 0 into d5 by dt. Okay, then അടുത്ത ഐഡിയ, show that conduction current equal to displacement current. Show that conduction current equal to displacement current. Conduction current-ഉം displacement current-ഉം equal ആണെന്ന് പ്രൂവ് ചെയ്യാൻ. That is simple. കണ്ടക്ഷൻ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എപ്സിലോൺ 0 d5 by dt ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നമുക്കറിയാം കപ്പാസിറ്ററിന്റെ കേസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, കപ്പാസിറ്റർ ചാർജ് ചെയ്യണ കേസ്. ഓക്കെ, ഇതില് ഫൈ എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ഇ എ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ലേ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയണത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഇ ഇൻറ്റു എ. ഈ പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇങ്ങനെ രണ്ട് ചാർജ്ഡ് പ്ലേറ്റുകൾ വന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇ എന്ന് പറഞ്ഞ സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി സിഗ്മ എന്ന് പറഞ്ഞ ക്യൂ ബൈ എ അല്ലേ, സോ ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0. ഇ എന്ന് പറഞ്ഞ ക്യൂ ബൈ എ എപ്സിലോൺ 0. അപ്പോ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്ന് കൊടുത്തു നോക്കിയേ, ഐ ഡി ഈക്വൽ ടു എന്താ ചെയ്ത് പോയെന്ന് ഒരിക്കൽ കൂടെ പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് അതിൻ്റെ ഇക്വേഷൻ വേറെ രീതിയിൽ നമുക്ക് എഴുതാം, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഇ എ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞ ക്യൂ ബൈ എ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ക്യൂ ബൈ എ എപ്സിലോൺ 0. ഓക്കെ, സോ ഈ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കിയേ, ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഫൈ എന്ന് പറഞ്ഞ ഇ എ, ഇക്ക് പകരം ഇത് കൊടുക്കുക, ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു എ. എപ്സിലോൺ 0 കട്ട് ചെയ്ത് പോവും, എ കട്ട് ചെയ്ത് പോവും. then what remains? It is dq by dt. ഇതന്നല്ലേ കണ്ടക്ഷൻ കറണ്ടും. കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ്, ഡി ക്യൂ ബൈ ഡി ടി ആണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? വളരെ സിമ്പിളാണ് ആ ലോജിക്. ഓക്കെ, സോ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇനി അതാ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാനുള്ള കാരണം, ഒരു ഡൈ ഇലക്ട്രിക്കിനെ നമ്മൾ ചേഞ്ച് ഇൻ ഫ്ലക്സിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ
നമുക്കറിയാം ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ബൈൻഡിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ അത്ര ടൈറ്റ് ബൈൻഡിങ് ഇല്ലെങ്കിൽ നമ്മളൊരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ദിസ് ഇലക്ട്രോൺ ക്യാൻ വൈബ്രേറ്റ്. ഈ ഇലക്ട്രോണിന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. ഈ വൈബ്രേഷൻ ആണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യണത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് വൈബ്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് വിൽ പ്രൊഡ്യൂസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഒരു ഡൈ ഇലക്ട്രിക് ഉണ്ടാവുമ്പോൾ, ഓക്കെ, ഇതില്ലെങ്കിലും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ചും കിട്ടും. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞ്. ഓക്കെ, സോ ഈ വൈബ്രേഷൻ ആണ് വരിക എന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതെത്തിയപ്പോൾ മാക്സ്വെൽ മറ്റൊരു നല്ല കാര്യം കൂടെ ചെയ്തു. അദ്ദേഹം ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം അതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം നമുക്കറിയാം, ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 I. ഓക്കെ, മാക്സ്വെല് പറഞ്ഞു രണ്ട് തരം കറണ്ട് ഉണ്ട്. ഇപ്പോൾ പണ്ട് ഒരു തരം കറണ്ട് ഉള്ളൂ, കണ്ടക്ഷൻ കറണ്ട് മാത്രം. ഇപ്പൊ രണ്ട് തരം കറണ്ട് ഉണ്ട്, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്യണം. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 IC പ്ലസ് മ്യൂ 0 ID. ID എന്നുള്ളതിന് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ കിട്ടും ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 IC പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 d∅dt. This is Ampere's circuital theorem with Maxwell's correction. This is Ampere's circuital theorem with Maxwell's correction. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. മാക്സ്വെല്ലിന്റെ ഐഡിയ പ്രകാരം ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ 4 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക് അനുസരിച്ചിട്ട്. ഫസ്റ്റ് വൺ ഈസ് ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്കറിയാം, സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈ തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്, നോ പ്രോബ്ലം. ദെൻ സെക്കൻഡ് വൺ, ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ നമുക്കറിയാം, ഇ ഈക്വൽ ടു d∅dt. അതിനെ ലെൻസിന്റെ മോഡിഫിക്കേഷനും കൂടി വരുത്തുമ്പോൾ ഇ ഈക്വൽ ടു മൈനസ് d∅dt. ദെൻ തേർഡ് വൺ, ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഓക്കെ, വളരെ സിമ്പിളാണ് ഐഡിയ. എന്താണ്? സർഫസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ ഈക്വൽ ടു 0 സിൻസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഈ ലോജിക് വളരെ സിമ്പിൾ അല്ലേ? നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് 0. എൻ്റെ ഐഡിയ സിമ്പിൾ. ഇപ്പം ഇങ്ങനെ ഒരു ക്ലോസ് സർഫസ് ഉണ്ടാക്കി വെച്ചു, ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് വെച്ചാൽ ഇവിടുന്ന് എത്ര ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യോ അത്രയും ഫീൽഡ് ലൈൻസ് ഇവിടെ വന്ന് ചേരും. വന്ന് ചേർന്നേ പറ്റൂ, മസ്റ്റാ. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ്. ഓക്കെ, സോ ഇതിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം? ക്ലോസ്ഡ് കർവാണ്. അപ്പൊ ഇവിടുന്ന് 4 പുറത്തേക്ക് വന്നാൽ 4 ഉള്ളിലേക്ക് വന്നു. വാട്ട്സ് എ ടോട്ടൽ? 4 ഔട്ട്വേർഡ്സ് പ്ലസ് 4, 4 ഇൻവേർഡ്സ് മൈനസ് 4. ദ ടോട്ടൽ വാല്യൂ വിൽ ബി 0. ഓക്കെ, ഇനി ദ ഫോർത്ത് വൺ ഈസ് ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം മാത്രം പോരാ, അതിനെ മാക്സ്വെൽ കറക്റ്റ് ചെയ്യും കൂടിയും ചെയ്തു. എന്താണ്? ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 IC പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 d∅dt. According to Maxwell, these are the 4 basic equations in electromagnetism. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താന്നുള്ള ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഒരിക്കൽ കൂടെ ലോജിക് പറയണു. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ പ്രൊഡ്യൂസ്
induced electric field, that was a theory by Michael Faraday. Change in electric field or change in electric flux will produce magnetic field by James Clerk Maxwell. അതിന് അദ്ദേഹം ഒരു ടോപ്പിക് അതിൻ്റെ മീഡിയേറ്റർ ആയിട്ട് കൊണ്ടുവന്നു. ആ ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. Due to change in electric field, displacement current will produce, and that displacement current will produce magnetic field. Okay, that was a concept by Maxwell. Okay, and he corrected Ampere's theorem, Ampere's circuital theorem. Okay, as mu 0 IC plus mu 0 ID. Logic clear അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വ്യക്തമായി കയറിയിട്ടുണ്ടാവുന്നു. ആ കോൺസെപ്റ്റിൻ്റെ എനർജി ആൻഡ് എന്തൂസിയാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഒന്നാമത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ട്രാൻസ്ഫർ തുടങ്ങി ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.